അപ്പം നടന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇനി മുൻപോട്ട് നടന്ന് എവിടെ എത്തണം എന്നാണ് ആഗ്രഹം? എത്തുന്നിടം വരെ എത്തട്ടെ. നമ്മൾ നന്നായിട്ട് നടക്കുക എന്നുള്ളതാണ്. എവിടെ എത്തുന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കും ഒരു തീർച്ചയില്ല. നമുക്കിപ്പോൾ നല്ല തീർച്ചയാണ് എവിടെ എത്തുമെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനെതിരെ കൊടുത്ത ഒരു കേസ് സംഭവം സ്ട്രോങ് ആണ് ഗൈസ്. മറ്റേ മുകേഷിനെതിരെയോ രഞ്ജിത്തിനെതിരെയോ വന്ന പോലുള്ള അലിഗേഷൻസ് ഒന്നും അല്ല, നല്ല കട്ട സ്ട്രോങ് സാധനമാണ്. മിക്കവാറും അകത്ത് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ ന്യൂസ് ഒന്ന് കാണാം, എന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയാനുണ്ട്. കേസിന് ചിലപ്പോൾ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെ എടുത്തിട്ടുള്ളത്. ഇതുവരെ എടുത്തതിൽ നിന്ന് ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ജാമ്യം കിട്ടാത്ത വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് നടി DGPക്ക് നേരിട്ട് പരാതി നൽകിയത്. ആ പരാതി വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസിനെ കൈമാറുകയും മ്യൂസിയം പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ബലാത്സംഗ കുറ്റവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന 2 വകുപ്പുകളുമാണ് പ്രധാനമായിട്ടും ചുമത്തിയിട്ടുള്ളത്. അണ്ണൻ അടപടലം ബൂംജിക്കവാവ ആയോ എന്നാണ് തോന്നുന്നത്. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടാണ് ഇപ്പം അണ്ണൻ നടക്കുന്നത്. ജയിലിലും വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, അന്നേരം കുഴപ്പമില്ല. തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൊമ്പത്തെ ടീമാണെങ്കിലും അകത്ത് പോകണം. പക്ഷേ ഈ ഒരു കേസ് അത്ര അങ്ങോട്ട് സിമ്പിളായിട്ടുള്ളൊരു കേസും അല്ല. കാര്യം 2016 നടന്നതാണ്. 8 കൊല്ലമായി. പ്രോപ്പറായിട്ട് എവിഡൻസ് കിട്ടത്തില്ല. ഈ പെങ്കൊച്ച് മസ്കറ്റ് ഹോട്ടലിൽ വന്നു എന്നുള്ളതിനൊന്നും ഒരു എവിഡൻസും കിട്ടത്തില്ല. സോ അതാണ് ഈ ഒരു കേസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളൊക്കെ പറഞ്ഞുള്ള പരാതികളാകുമ്പോൾ അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ലഭിക്കുമോ? ഒന്ന്, മസ്കറ്റ് ഹോട്ടൽ CCTV ക്യാമറകൾ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ 8 വർഷമായതുകൊണ്ട് CCTV ക്യാമറയുടെ ഔട്ട്പുട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, ഈ പറയപ്പെടുന്ന ദിവസം ഇതേ മസ്കറ്റ് ഹോട്ടൽ ഉൾപ്പെടുന്ന ടവർ പരിധിയിൽ ഈ പരാതിക്കാരിയും പ്രതിയായ സിദ്ദിഖും ഒരുമിച്ചുണ്ടായിരുന്നു ആ സമയത്ത് എന്ന് ഉറപ്പിക്കുക ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. അത് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൾ വിവരങ്ങളോ അല്ലെങ്കിൽ ടവർ വിവരങ്ങളോ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സാങ്കേതിക തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പൊ ഏത് കേസെടുത്താലും പ്രതിയെ കൊടുക്കുന്നത് ഡിജിറ്റൽ എവിഡൻസ് ആണ്. മിക്കവാറും CCTVയുടെ ഫുട്ടേജ് അല്ലെങ്കിൽ മൊബൈൽ വെച്ചുള്ള ടവർ ലൊക്കേഷൻസ് ഇതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഇത്രയും വർഷങ്ങളായി. പക്ഷെ ഇവിടെ ഇവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അന്ന് പ്രിവ്യൂ നടന്ന സിനിമ സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നിള തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു സാധനത്തിന്റെ പ്രിവ്യൂ നടക്കുന്നത്. അതിനുശേഷം ഇവർ മസ്കറ്റ് ഹോട്ടലിലോട്ട് ചെന്നു. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 2016 ജനുവരി 30-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് പറയാൻ കാരണം നമ്മുടെ അറിയാവുന്ന ഒരു സുഹൃത്ത് അന്ന് ഇതിന്റെ പ്രിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് സിദ്ദീഖിന്റെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോ ആണിത്. പുള്ളിക്കാരൻ അന്ന് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ജനുവരി 30, 2016 ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സിനിമയുടെ സംവിധായകന്റെ പേര് റജി പ്രഭാകരൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവിയാണ്. ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇദ്ദേഹം ഒരു കരുനാഗപ്പള്ളിക്കാരനാണ് ഗൈസ്, നമ്മുടെ നാട്. പുള്ളിക്കാരന്റെ ഫസ്റ്റ് മൂവിയാണ്. അന്നേരം എന്താണെങ്കിലും ഇതിന്റെ പ്രിവ്യൂ നടക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ ചാൻസ് ഉണ്ട്, വീഡിയോ എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം എന്തോരം നമ്മളത് മെമ്മറി സൂക്ഷിക്കുമല്ലോ. അപ്പം ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇപ്പോഴും ചിലപ്പം ഈ പറയുന്ന ഡയറക്ടറിന്റെ കൈ കാണും. അന്നെടുത്ത ഫോട്ടോയിലോ വീഡിയോയിലോ എവിടെയെങ്കിലും ഈ പറയുന്ന പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരു ഡേറ്റിൽ ഉണ്ടായിരുന്നു നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു പ്രിവ്യൂ ഷോയിൽ പൊളിറ്റീഷ്യൻസ് അടക്കമുള്ള ആൾക്കാർ, സിനിമാക്കാരടക്കമുള്ള ആൾക്കാർ, പല പ്രമുഖരും പങ്കെടുത്ത ഒരു പരിപാടിയാണ്. അവരാരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ അറിയാൻ സാധിച്ചേക്കും. അതും ഒരു ലീഡാണ്. CCTV ടവർ ലൊക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പരിപാടി നടത്താൻ പറ്റത്തുള്ളൂ. ഞാൻ പോലീസിനെ പഠിപ്പിക്കൊന്നുമല്ല കേട്ടോ, നമുക്ക് എന്തെങ്കിലും പറയണ്ടേ, അതിനുവേണ്ടി പറയുന്ന അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഉപകാരപ്പെടട്ടെന്ന് വെച്ച് പറയുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു തെളിവ് നമുക്ക് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽസിൽ രജിസ്റ്റർ സൂക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. 8 കൊല്ലം മുമ്പുള്ള രജിസ്റ്റർ ഉണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വന്ന് പോയിട്ടുണ്ടെന്ന് ചിലപ്പോൾ അറിയാൻ സാധിക്കും. ഈ സിനിമയുടെ 51th ഡേയുടെ സെലിബ്രേഷൻ എടുത്ത ഫോട്ടോ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ചുവന്നുടുപ്പിട്ട പുള്ളിയാണ് ഡയറക്ടർ. അതിൻ്റെ ഇപ്പുറത്തേക്കാൻ സിദ്ദീഖ് ആണ്ടേ. ഇദ്ദേഹത്തിനൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ഇദ്ദേഹവും ഉണ്ട്, ഇദ്ദേഹത്തിനെ അറിയാമല്ലോ. അതുപോലെ തന്നെ പല ആൾക്കാരും പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും 51ാമത്തെ ദിവസത്തെ സെലിബ്രേഷന് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ആ പ്രിവ്യൂ കാണാനും പോയിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ ഫോട്ടോസ് അന്നത്തെ കിട്ടുവാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഒരു തുമ്പ് ചിലപ്പോൾ അതിനകത്ത് കിട്ടിയേക്കാം. ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയത്തില്ലയോ, അത് തന്നെ. അന്നവിടെ സിനിമ കാണാൻ പോയ ആ പുള്ളിക്കാരൻ്റെ ഞാൻ ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു സ്ത്രീ അവിടെ കണ്ടില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയെ നോട്ടീസ് കേട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തോരം പോലീസ് അന്വേഷിക്കട്ടെ. അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി സിദ്ദീഖ് കിക്ക എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിനെ പറ്റിയാണ് ആ ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നത്. ഇതാണ് ആ അക്കൗണ്ട്, സിദ്ദീഖ് കിക്ക.
കണ്ട ആൻ ഓർഡിനറി ആക്ടർ ആൻഡ് വെരി ഓർഡിനറി പേഴ്സൺ എന്നൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഈ ഒരു അക്കൗണ്ട് ത്രൂ ആണ് ഈ പറയുന്ന കുൽസിത പരിപാടിയെല്ലാം നടത്തുന്നതാണ് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഇതാണ് സിദ്ദീഖിൻ്റെ ഒഫീഷ്യൽ പേജ്. ഇതിനകത്ത് ഏകദേശം 1.1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കണ്ണേട്ടൻ ഈ ഒഫീഷ്യലി അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെടുത്ത്, ഈ പറയുന്ന 1.1 മില്യൺ ഉള്ള ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെടുത്ത് ഈ പറയുന്ന സിദ്ദീഖ് ഇക്ക എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനെ പറ്റി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് പേഴ്സണലി യൂസ്ഡ് ബൈ ഹിം. ഇത് സിദ്ദീഖ് പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല ഇക്ക ഈ ഒരു അക്കൗണ്ട് ത്രൂ പല പെൺകുട്ടികൾക്കും അയച്ച 1-2 കുൽസിത സാധനങ്ങളുടെ 1-2 സ്ക്രീൻഷോട്ടും അണ്ണൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ബോട്ടിം ഓക്കെ എന്ത് വീഡിയോ കോൾ വരുമോ, ഫോട്ടോ അയക്കുമോ, ബോട്ടിം ആണെങ്കിൽ ഓക്കെ എന്നൊക്കെയാണ്. ബോട്ടിം എന്ന് പറയുമ്പോഴത്തേക്ക് ദുബായിലുള്ള ആരെങ്കിലും ആയിരിക്കും. നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ, ഫോട്ടോ അയച്ചു കൊടുത്തതാണ്, അതായിരിക്കും പറയുന്നത്. ആഹാ നാളെ സാരി ഉടുക്കുമല്ലോ, ആഹാ എനിക്കപ്പോൾ കാണാമല്ലോ. ചാറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സിദ്ദീഖ് കട തൽപര കക്ഷി കണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ത്രൂ ഈ മാതിരി ഡയലോഗ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഈ ഇര, ഇപ്പം നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല, ഇരയെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, ഇര പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇരയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഗൈസ്. ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ടൈമിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഹായ് മോളെ, അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ലേറ്റർ ഓൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് തന്നെയാണ്. അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് രേവതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണോ? മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അവർ പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുമുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നിന്നുള്ളത് എവിഡന്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം. സോ അങ്ങനെ ഒരു അക്കൗണ്ടിനെ പറ്റി ഈ പറയുന്ന ഇരയും പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കണ്ണേട്ടൻ പറഞ്ഞത് ശരിയായിരിക്കും. അതുകൊണ്ട് പോലീസുകാർ ഈ ഇരയെടുത്ത് ഈ ഒരു അക്കൗണ്ടിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പുള്ളിക്കാരത്തേക്കും ഈ ഒരു അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരും. ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ആ മെസ്സേജ് വന്നെങ്കിൽ പുള്ളിക്കാരത്തേക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചുകൂടെ. പക്ഷേ ഇവിടെ എനിക്ക് സംശയം തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങേരുടെ മെയിൻ അക്കൗണ്ട്. ഓക്കെ, ഈ മെയിൻ അക്കൗണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഡേറ്റ് ക്രിയേറ്റഡ് ബൈ സിദ്ദീഖ് ഓക്കെ ജൂലൈ 8, 2018 എന്നാണ്. നമ്മൾ സാധാരണ ഒരു ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ഒരു ഒറിജിനൽ അക്കൗണ്ട് ഉണ്ടാക്കും, അതിനകത്ത് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ആയിരിക്കും നമ്മളൊരു സെക്കൻഡറി ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ. ഈ ഒരു സംഭവം നടന്നത് 2016 ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്ക് 2018 മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് സിദ്ദീഖ് ഇക്ക എന്ന് പറയുന്ന അക്കൗണ്ട് ചിലപ്പോൾ ഇതിന് ശേഷമാണ് ഉണ്ടാക്കി കൂടാ എന്നില്ലല്ലോ. അപ്പോൾ ഈ സിദ്ദീഖ് ഇക്ക എന്ന് പറയുന്ന അക്കൗണ്ട് ത്രൂ ആണ് ഈ പറയുന്ന ഇരയ്ക്ക് മെസ്സേജ് അയച്ചത് നമുക്ക് പറയാൻ 100% ഉറപ്പിച്ച് പറയാനും പറ്റില്ല. മനസ്സിലായ? അന്നേരം അണ്ണൻ ഏത് അക്കൗണ്ട് വഴിയാണ് ഈ പറയുന്ന ഇരയ്ക്ക് മെസ്സേജ് അയച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഗൈസ്. നമ്മൾ സിദ്ദീഖ് ഇക്കയുടെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ അതിനകത്ത് പുള്ളിയുടെ ഫസ്റ്റ് പോസ്റ്റ് ഒക്ടോബർ 4, 2018 മറ്റേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ജൂലൈ 2018. ഇത് ഏത് ഡേറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്ന ആ അക്കൗണ്ടിനകത്ത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പോസ്റ്റ് എന്നാണോ നോക്കുവാണെങ്കിൽ 2018 ഒക്ടോബറിലാണ്. അന്നേരം എനിക്ക് തോന്നുന്നു മറ്റേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന നിരക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണോ മെസ്സേജ് അയച്ചാൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാനും പറ്റത്തില്ല. ചിലപ്പോൾ വേറെ പിള്ളേർക്കൊക്കെ ഈ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. അവരൊന്നും മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് അതൊന്നും നിലനിൽക്കാൻ പോകുന്നതുമില്ല. സിദ്ദീഖ് ഖാന്റെ ഭാവി ഇനി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഗൈസ്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കും. അവരുടെ മൊഴി വന്ന് എടുത്തു, അതൊരു 376 വന്നു കഴിഞ്ഞു. പീഡനം തന്നെ, സെക്ഷുവലായിട്ടുള്ള പീഡനം തന്നെയാണ്. അപ്പോൾ അത് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പിലോട്ട് വന്നു. അവരുടെ 164 മൊഴി എടുക്കാൻ കോടതി അതേ രീതിയിൽ പോയി അവരുടെ മൊഴി രേഖപ്പെടുത്താനും ഇപ്പം നടപടിയിലോട്ട് വരും. അതുകൊണ്ട് സിദ്ദീഖിൻ്റെ കാര്യത്തിൽ ആ കേസ് വളരെ സ്ട്രോങ് ആണ്. അത് സിദ്ദീഖ് അതിൻ്റെ പ്ലേസ് ഓഫ് അഗ്രഷൻ ട്രിവാൻഡ്രത്താണ്. മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ അന്ന് ഒരു മുറിയെടുത്ത സിദ്ദീഖിൻ്റെ തീർച്ചയായിട്ടും അവിടുത്തെ രജിസ്റ്ററിനകത്ത് നമ്പർ കാണും, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കാണും, ആൻ്റെ പണം കൊടുത്തതിൻ്റെ കാണും. ഇവരവിടെ വന്നതിൻ്റെ റെക്കോർഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അന്നത്തെ സ്റ്റാഫ് ഐഡൻറ്റിഫൈ ചെയ്യും, സിനിമാ താരങ്ങളല്ലേ. അപ്പോൾ സിദ്ദീഖിൻ്റെ കേസ് കുറച്ച് സ്ട്രോങ് ആണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹൈക്കോടതി പറയും എന്നെനിക്ക് തോന്നുന്നത് ആ സെഷൻസ് കോടതി സറണ്ടർ ചെയ്യാൻ. 376 നോൺ ബെയിലബിൾ ആണ്, കോഗ്നിസബിൾ ആണ്. സെഷൻസ് കോടതിയിൽ നിന്ന് മാത്രമേ ഒരു ജാമ്യം തുടക്കത്തിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ജാമ്യം പോലും കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഗൈസ്. പോകും മിക്കവാറും. വയസ്സാങ്കാലത്ത് പോയി ജയിലിൽ കിടക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അതോടൊപ്പം തന്നെ രഹസ്യമൊഴി കൂടി എടുക്കുക. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രേഖപ്പെടുത്തുന്ന രഹസ്യമൊഴിയിലും ഈ സിദ്ദീഖിനെതിരായിട്ടുള്ള ഗുരുതര ആരോപണം ഈ നടി ആവർത്തിക്കുകയാണെങ്കിൽ, അതായത് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള അടുത്ത വഴി സിദ്ദീഖിന്റെ അറസ്റ്റിലേക്ക് പോവുക എന്നത് തന്നെയാണ്. ചോദ്യം ചെയ്യുക,
അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ ചോദ്യം ചെയ്യലിൽ സ്ഥിതിക്കുന്നതിന് ഈ ആരോപണം നിഷേധിക്കാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. അത്തരം തെളിവുകൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് അറസ്റ്റിലേക്ക് പോകും. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കേട്ടല്ല, പുള്ളിക്കാരത്തിയുടെ രഹസ്യമൊഴി എടുത്ത് പുള്ളിക്കാരത്തി അതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുവാണെങ്കിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ പുള്ളി തെളിയിക്കണം ഇതിനകത്ത് ഞാൻ കുറ്റക്കാരനല്ല എന്ന്. ചുരുക്കം പറഞ്ഞ ബൂം ചിക്ക വാവ ആയിട്ടുണ്ട് കഴിച്ച്. മിക്കവാറും പണി പാളും. എന്തായാലും അമ്മയുടെ ജനറൽ ബോഡി അങ്ങ് പിരിച്ചുവിട്ട് നന്നായി. അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രസ് മീറ്റ് നടത്തേണ്ട അവസ്ഥ വന്നേരും. ഒന്ന് ആലോചിച്ച് നോക്കണേ, 24/7 ഇന്റർവ്യൂ കൊടുത്തു നടക്കുന്ന പല ടീംസിനെ ഇപ്പൊ കാണാൻ പോലും ഇല്ല. മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല. സിനിമാക്കാരൊക്കെ കൂട്ടത്തോട് ഒളിച്ചോടിയെന്നാണ് തോന്നുന്നത്. ലാലേട്ടനും മമ്മൂക്കൊക്കെ എവിടാന്ന് പോലും അറിയുന്നില്ല. എന്തായാലും വയസ്സാം കാലത്ത് പുള്ളിക്ക് ഒരു ഗതികേട് വന്നല്ലോ. വളരെ പരിതാപകരമെന്നേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറയില്ല. സിനിമയുടെ പേര് പോലെ തന്നെ സുഖമായിരിക്കട്ടെ. കേട്ടോ ഇക്ക, സുഖമായിരിക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. മുകേഷിന്റെ ഒക്കെ നെഞ്ച് കിടന്നപ്പോ പൈലോ എന്ന് ഇടിക്കുമായിരിക്കും. അടുത്തത് ഞാനാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ പേരിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി കിടക്കായിരുന്നു. ഒരു കൂട്ടായ സിദ്ദീഖ് കായിക്ക്. താമസിക്കാതെ മിക്കാരും വരും, പേടിക്കണ്ട. അപ്പൊ ശരി ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.